നമസ്കാരം, ഡോക്ടർ ശില്പയാണ്. ഇന്ന് നിങ്ങളോട് ഡിസ്ബയോസിസിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഡിസ്ബയോസിസ് എന്നാൽ നമ്മുടെ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയകളുടെയും ചീത്ത ബാക്ടീരിയയുടെയും അസന്തുലിതമായ അവസ്ഥയാണ്. നല്ല ബാക്ടീരിയയുടെ അളവാണ് കൂടുതലെങ്കിൽ നമ്മുടെ ആമാശയം ഹെൽത്തി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഡൈജഷൻ കറക്റ്റ് ആയിരിക്കും, ശരിയായ അളവിൽ വൈറ്റമിൻ പ്രൊഡക്ഷൻ ഉണ്ടാകും, ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആയിരിക്കും, നമ്മുടെ മൂഡും ബാലൻസും ഫോക്കസ്ഡും ആയിരിക്കും. എന്തുകൊണ്ടാണ് ഡിസ്ബയോസിസ് വരുന്നതെന്ന് നോക്കാം. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗവും നിരന്തരമായ സ്ട്രെസ്സും പ്രോസസ്ഡ് ഫുഡ് ഉപയോഗിക്കുന്നതും ഭക്ഷണത്തിൽ നാര് കുറയുന്നതും ഡിസ്ബയോസിസിന് കാരണമാകും. ഈ ഡിസ്ബയോസിസ് മൂലം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കാം. വയറ് വീർത്ത് വന്ന് ഗ്യാസ് ഫോർമേഷൻ തോന്നാം, മലബന്ധമോ വയറിളക്കമോ അനുഭവപ്പെടാം, അസിഡിറ്റിയും ഭക്ഷണം ശരീരത്തിൽ പിടിക്കാത്തതുപോലെയും തോന്നാം. ശരീരത്ത് വരുന്ന മാറ്റമാണെങ്കിൽ എപ്പോഴും ബോഡി പെയിൻ ആയിരിക്കും, ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകും, ഹോർമോൺസിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും, പെട്ടെന്ന് തന്നെ തടിക്കുന്നതായും അമിതമായ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും. ഡിസ്ബയോസിസ് മൂലം എങ്ങനെയാണ് ആങ്സൈറ്റി വരുന്നതെന്ന് നോക്കാം. ഡിസ്ബയോസിസ് മൂലം ശരീരത്തിന്റെ റിവാർഡിംഗ് ഹോർമോണായ സെറോട്ടോണിന്റെ അളവ് നന്നായി കുറയുകയും സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കൂടുകയും ചെയ്യും. ഇത് കാരണം നിരന്തരമായ ആങ്സൈറ്റി അനുഭവം. ഡിസ്ബയോസിസ് എങ്ങനെ ഡിപ്രഷൻ ഉണ്ടാക്കുന്നു എന്നല്ലേ? ശരീരത്തിലെ നല്ല ബാക്ടീരിയയാണ് ബി വിറ്റാമിൻസും മെഗ്നീഷ്യവും അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത്. അവ ഇല്ലാത്തത് കൊണ്ട് തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അളവ് കുറയുകയും നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രി എഫക്റ്റ് ആവുകയും തത്ഫലമായി നമ്മുടെ മൂഡ് വളരെ മോശമായിരിക്കുകയും. ഡിസ്ബയോസിസ് കാരണം ഡയബറ്റിസ് വരുമെന്നറിയോ? ഇതിന് കാരണം ഗട്ട് ഇംബാലൻസ് മൂലം ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിക്കുകയും നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് മെറ്റബോളിസം ആൾട്ടേർഡ് ആവുകയും അതിനാൽ നമുക്ക് ടൈപ്പ് 2 ഡയബറ്റിസ് വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യുകയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഡിസ്ബയോസിസ് ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുഞ്ഞുങ്ങളെയാണ്. ഈ കുട്ടികളിൽ പലർക്കും ഒന്നുകിൽ കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ വയറിളക്കമോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതായി ശ്രദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴും വയറ് വീർത്തതായോ ഭക്ഷണത്തിനോട് സെൻസിറ്റിവിറ്റിയോ ഈ കുഞ്ഞുങ്ങൾ കാണിക്കും. ഇതുമൂലം അവരുടെ ബിഹേവിയർ, അറ്റൻഷൻ, സെൻസറി റെസ്പോൺസ് എന്നിവയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ഗട്ട് ഹെൽത്ത് പ്രശ്നത്തിലായാൽ ശരീരത്തിലെ എല്ലാ വ്യവസ്ഥിതികളിലും പ്രശ്നങ്ങൾ വരാം. ഗട്ട് ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സപ്പോർട്ടിനുള്ള ഏറ്റവും വലിയ വഴി. ഈ തിരിച്ചറിവ് ഉണ്ടാവുന്നിടത്താണ് നമുക്ക് അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള ആദ്യത്തെ പാഠം ലഭിക്കും. എങ്ങനെയാണ് ഡിസ്ബയോസിസ് ആയുർവേദ രീതിയെ നേരിടുന്നതെന്നും ശരീരത്തിന് ആരോഗ്യം വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നും അടുത്ത സ്ലൈഡിൽ പറയുന്നതായിരിക്കും. കൂടുതൽ അറിവിന് വേണ്ടി എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.